എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയനയുടെ പൂജയൊക്കെ കഴിഞ്ഞു, ആരതിയൊക്കെ ഒഴിഞ്ഞ് തൊഴുത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം. ആദർശ് മുംബൈക്ക് പോയി ജയിച്ചേ വരൂ എന്ന് നമുക്കറിയാം, എങ്കിലും ഈ പ്രാവശ്യം എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നു. അതുപോലെ നയനോട് പറയുന്നുണ്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ 50-ാം വാർഷികത്തിന് ഈ വിഘ്നേശ്വരനെ മോടി പിടിപ്പിച്ച് ഇവിടെ എത്തിച്ചത് മോളാണ്. ആ വിഘ്നേശ്വരൻ തന്നെ തീരുമാനിച്ചു മോൾ ഇനി തൊട്ട് ഈ കുടുംബത്തിൽ കാണണമെന്ന്. അന്ന് തൊട്ട് ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ പോയിട്ടുണ്ട്. ഇനിയും അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് നയനെ ഒന്ന് പൊക്കുന്നുണ്ട് മുത്തശ്ശൻ. ഇത് കേൾക്കുമ്പം ജലജയ്ക്കും അതുപോലെ അവന്തികയ്ക്കൊക്കെ മഹാപുച്ഛമാണ്. അവർ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും എന്തൊക്കെ ചെയ്താലും ആദർശ് ഈ പ്രാവശ്യം പോയി തോറ്റ് തുന്നം പാടി വരും, അതിനുള്ളതൊക്കെ എൻ്റെ അച്ഛൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അവന്തികയുടെ മനസ്സിൽ. ജലജ പ്രാർത്ഥിക്കുന്നത് ആദർശം ഒന്ന് തോറ്റിട്ട് തിരിച്ചു വന്നെ എന്നൊക്കെയാണ്. ഏതായാലും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അവരവിടുന്ന് കയറി വന്നതിന് ശേഷം ആദർശിന് പോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തെടുത്ത് വെക്കുന്നു. നയന വീണ്ടും എടുത്ത് നോക്കുവാണ് എല്ലാം ഉണ്ടോ എന്ന്. അന്നേരം ആദർശ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നതാ ഈ തപ്പി നോക്കുന്നത് എന്ന് ചോദിക്കുമ്പം അല്ല എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പം അങ്ങനെ ഒരു മറവി എനിക്കില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ എന്ന് പറയും. പിന്നെ പോകുന്നതിൻ്റെ ടെൻഷനാണ്, ഇനി പോയിട്ട് വിജയിച്ച് വരാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട് ഞാൻ പോകുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഡീല് ഓർപ്പിക്കാനാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ഡീല് കിട്ടുവാണെങ്കിൽ നമുക്കിപ്പം ഉണ്ടായിരിക്കുന്ന നഷ്ടം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അങ്ങനെ അത് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഇനിയും ഒരുപാട് താഴേക്ക് പോകും, അതോർക്കുമ്പോഴാണ് ടെൻഷൻ എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട് ആദർശേട്ടൻ ടെൻഷൻ ആകാതെ, ആദർശേട്ടൻ പോയി വിജയിച്ച് വരും ഉറപ്പായിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ച് രണ്ടുപേരൂടെ പോകാൻ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി പോരുക. ഈ സമയം താഴെ എല്ലാവരും ആദർശിനെ യാത്രയാക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക. ആദർശം നയനയുടെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് പോകുന്ന കാര്യം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഉള്ളത് എപ്പോഴും മനസ്സിൽ കാണണം. അതുപോലെ ശത്രു നിഴൽ പോലെ പുറകിലുണ്ട് എന്നുള്ള കാര്യവും മറക്കരുത് എന്നൊക്കെ പറയും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നിനക്ക് വിജയിക്കാനുള്ളതെല്ലാം ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്, നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ എല്ലാം ചെയ്തേക്കുന്നത്, ബാക്കി നീ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിന്നെ മുത്തശ്ശി താഴേക്ക് ഇറങ്ങി വന്നില്ല, കാലുവേദന ആയതുകൊണ്ട്. മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിച്ചോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശിയെ കണ്ടിട്ടാണ് വരുന്നത് എന്ന് ആദർശ് പറയും. അത് കഴിഞ്ഞ് എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ച് ആദർശ് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. മുത്തശ്ശനോട് പ്രത്യേകം പറയുന്നുണ്ട് മുത്തശ്ശൻ ടെൻഷൻ ആകണ്ട, ജയിച്ച് ഞാൻ തിരിച്ചു വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി പോരുന്നത്. അന്നേരം അവിടെ അവന്തിക നിൽപ്പുണ്ടേ. അവന്തികയ്ക്ക് ഭയങ്കര പുച്ഛമാണ്, ഇതൊന്നും നടക്കില്ല എന്നൊരു ഭാവം. ഏതായാലും അവിടുന്ന് ആദർശം നയനയും ദേവേനയും കൂടെ ഇറങ്ങി വരുന്നു. ആദർശ് വണ്ടിയിൽ കയറാൻ തുടങ്ങുന്നതിന് മുമ്പും ദേവേനെ പറയുന്നുണ്ട് പോകുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് എല്ലാം നന്നായിട്ട് ചെയ്യണേ എന്ന് പറയുമ്പം ആദർശ് ചോദിക്കുന്നുണ്ട് ദുബായി ചെന്നപ്പോൾ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി, അതുകൊണ്ട് ആർക്കും എന്നെ ഇപ്പോൾ വിശ്വാസമില്ലേ എന്ന്. അന്നേരം ദേവേനെ പറയുന്നുണ്ട് നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, അതുകൊണ്ടല്ലേ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നേ, നിൻ്റെ വിജയത്തിന് വേണ്ടിയല്ലേ ഇവിടെ ഇത്രയും പൂജയും വഴിപാടുകളും വ്രതവും ഒക്കെ എടുക്കുന്നേ, അതുകൊണ്ട് ഈ കാര്യത്തിൻ്റെ പ്രാധാന്യം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ചെയ്തോളാം എന്ന്. പിന്നെ രണ്ടുപേരുടെ ശരീരം നോക്കണം, ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് വണ്ടിയിൽ കയറി പോകുന്നു. നല്ല ടെൻഷനിലാണ് വീട്ടിലുള്ള എല്ലാവരും. ഈ സമയം മുത്തശ്ശൻ്റെ ടെൻഷൻ കണ്ടിട്ട് അവന്തിക ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ എന്തിനാ ടെൻഷൻ ആകുന്നത്, മുത്തശ്ശനെ പോലെ തന്നെ കഴിവുള്ള ഒരാളാണ് ആദർശേട്ടൻ എന്ന് മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, അതുകൊണ്ട് ആദർശേട്ടൻ പോകുന്ന കാര്യത്തിൽ വിജയിച്ച് തിരിച്ചു വരുള്ളൂ, ടെൻഷൻ ആകണ്ട എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ മോളെ, അങ്ങനെ സംഭവിക്കാനാണ് ഈ വീട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്ന്. അന്നേരം അപ്പുറത്ത് ജലജ നിൽപ്പണ്ടേ. ജലജ മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ അവൻ വിജയിക്കും, അവൻ തോറ്റ് തൊപ്പിയിട്ട് വരും, നോക്കിക്കോ എന്നാണ് ജലജയുടെ മനസ്സിൽ. പിന്നെ ആദർശ് മുംബൈയിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അവർ ഡീല് വെക്കാൻ വേണ്ടി പോയേക്കുന്ന കമ്പനിയുടെ PR ഒക്കെ അവിടെയുണ്ട്. അവർ ഇവർക്കുള്ള അക്കോമഡേഷനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആദർശിനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദർശ് റൂമിലെത്തി ഫ്രഷ് ആയതിന് ശേഷം നയനെ വിളിക്കുന്നു. വിളിച്ച് കഴിഞ്ഞാൽ റൂമിലാണ് എന്നൊക്കെ പറയുമ്പം ക്ഷീണം ഉണ്ടെങ്കിൽ കിടന്നൊന്ന് ഉറങ്ങാൻ മേലായിരുന്നു, യാത്ര ചെയ്തതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുംബൈ വരെ പോയുള്ളൂ അതിനാ. ഏതായാലും അന്നേരം കുഴപ്പമില്ല, നീ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോണം എന്നൊക്കെ പറയും. എന്നിട്ട് ആദർശ് എടുത്ത് പറയുവാണ് അമ്മയെ വിളിച്ച് ഞാൻ നിന്നെ നോക്കണം എന്ന് പറയും, നിന്നെ വിളിച്ച് ഞാൻ അമ്മയെ നോക്കണം എന്ന് പറയും, രണ്ടുപേരും ശരീരം നോക്കിക്കോണം എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇന്നലെ തൊട്ട് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ, ഇനി ആദർശനും തിരിച്ചു വരണം, അല്ലാതെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അത് അത്രയും ശക്തമായ വ്രതത്തിലാണ് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചിട്ട് ഫോൺ വെച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് അവന്തിക വരും. അന്നേരം ആദർശേട്ടനാണോ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നു. അന്നേരം ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്തിനാണ് ഇതുപോലെ ടെൻഷൻ അടിക്കുന്നത്, ആദർശേട്ടൻ നല്ല കഴിവുള്ള ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ്, പക്ഷേ ഒരു ടെൻഷനുണ്ട്, കാരണം കമ്പനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു താഴ്ച വന്നിട്ട് നിൽക്കുന്നത് കൊണ്ട്
ഇങ്ങനെ ഒരു ഇടിവ് സംഭവിച്ച് നിൽക്കുന്നതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ അവന്തിക നയനേനെ ഒന്ന് പൊക്കുന്നു. നയന നേരായ മാർഗ്ഗത്തിലല്ല ഈ വീട്ടിലോട്ട് കയറി വന്നത്, എന്നിട്ടും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നില്ലേ. ആദർശേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണേ ഭാഗ്യം വേണം. ഞാൻ എന്തെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആദർശേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ പൊക്കിപ്പറിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അവന്തിക മനസ്സിലോർക്കുന്നത്, നീ നോക്കിക്കോ, ആദർശ് തോറ്റു തുന്നം പാടിയേ തിരിച്ചു വരുവുള്ളൂ, ഈ കുടുംബം നശിക്കുന്നത് നീ ഒക്കെ കാണേണ്ടി വരും, അതെൻ്റെ അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്നൊക്കെയാണ് മനസ്സിൽ അവന്തികയുടെ. അത് കഴിഞ്ഞ് അവന്തികയുടെ അച്ഛനെ കാണാൻ പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങേരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങേരോട് ഭയങ്കര ടെൻഷനോടെ പറയുന്നുണ്ട്, അച്ഛ ആദർശ് പോയി ജയിച്ചു വരുമോ, അങ്ങനെ ഒരു സ്ത്രീൻ കാണാനുള്ള ശക്തി എനിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, ഒരിക്കലും അതൊന്നും സംഭവിക്കില്ല, അത് സംഭവിക്കാതിരിക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ആ കുടുംബത്തിൽ നടന്ന ഓരോ പൂജകളുടെ ലിസ്റ്റ് പോലും എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ആഹാ അതുപോലും അച്ഛൻ കണ്ടുപിടിച്ച് വെച്ചേക്കുവാണോ എന്ന് ചോദിക്കും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, അത് കണ്ടുപിടിച്ച് വെച്ചേക്കുക മാത്രമല്ല ചെയ്തത്, അതിന് ബദലായിട്ടുള്ള പൂജകളും ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പം വിജയിക്കണമെങ്കിൽ ഈശ്വരന്മാരുടെ അനുഗ്രഹം കൂടി വേണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുവാണ്. അനന്തപുരിയിൽ വിജയിക്കാൻ വേണ്ടി ഒരു പൂജ ചെയ്യുമ്പം അതിന് മറുപൂജ ചെയ്യുവാണ് അങ്ങേര്. അപ്പം ആ പൂജേനെ അവിടെ അങ്ങ് തടുത്ത് നിർത്തും കേട്ടോ. എന്നിട്ട് ഇതിൽ നല്ലത് നോക്കി ഈശ്വരൻ അങ്ങ് അനുഗ്രഹിക്കും. അതായിരിക്കും അങ്ങേര് ഉദ്ദേശിച്ചത്. ഏതായാലും അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, നോക്കിക്കോ, മൂർത്തി ജ്വല്ലറി ഇനി തകർന്നടിയാൻ പോവുകയാണ്. മൂർത്തി ഒരുപാട് കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതാണല്ലോ അത്, 19 വർഷത്തെ പാരമ്പര്യമുണ്ട്. അത് അയാൾ മരിക്കുന്നതിന് മുമ്പ്, അയാളുടെ കണ്ണടയുന്നതിന് മുമ്പ് തകർന്നടിയുന്നത് അയാൾ കാണും. 50 വർഷം ചെങ്കോലും കിരീടവും വെച്ച് ഭരിച്ചതല്ലേ സ്വർണ്ണലോകം, ഇനി അതൊക്കെ ഒന്ന് താഴെ വെക്കട്ടെ അവരെന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഭയങ്കര കട്ടക്കലിപ്പിലാണ്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലേക്ക് നമ്മുടെ നവീൻ്റെ മുത്തശ്ശനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അവർ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും അവരുടെ ഓഹരി ഇടിഞ്ഞു പോയല്ലോ കുറച്ചൊക്കെ, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് നയന എല്ലാവർക്കും ചായയും ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തു കഴിയുമ്പം നവീൻ്റെ അമ്മ നയനോട് പറയുന്നുണ്ട്, ഇപ്പം വിശേഷമുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേർക്കും നേരം പോകാനായിട്ട് കളിപ്പിക്കാനായിട്ടൊരു കുഞ്ഞാവയും കൂടെ വരുമല്ലോ എന്നൊക്കെ പറയുമ്പം ദേവേനെ പറയുവാണ്, നവീനെ കറക്റ്റ് ടൈമിൽ വിവാഹം കഴിപ്പിക്കുമായിരുന്നെങ്കിൽ ഇപ്പം നിനക്കും ഒരു പേരക്കുട്ടി കിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തോരം പെൺകുട്ടികളുടെ ഫോട്ടോ ഞാൻ അവനെ കാണിച്ചെന്നറിയാവോ, അതൊന്നും അവന് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ വിവാഹം നടക്കുന്നുമില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, അതും ഒരു കാരണമാണ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, ഇനി കുറച്ച് കഴിയുമ്പം ജനസംഖ്യയൊക്കെ കുറയും, ഇങ്ങനെയാണെങ്കിൽ പുതിയ തലമുറയ്ക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലല്ലോ എന്നൊക്കെ പറയുക. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അവന്തിക വരുന്നു. അവന്തിക കാണുന്നതേക്കും നവീൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അയ്യോ ദേ വരുന്ന അവന്തിക മോളല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് വന്നു കഴിയുമ്പോൾ, അറിയാവോ മോളെ, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ നവീനേട്ടനല്ലേ ഈ കുടുംബത്തെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചത്, അതൊക്കെ ഞാൻ അപ്പം അവിടെ അറിയുന്നുണ്ടായിരുന്നു, ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ, ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് അവർ പോകാൻ തുടങ്ങുമ്പം പ്രത്യേകം അവന്തികയോട് വന്ന് യാത്ര ചോദിക്കുവാണ് നവീൻ്റെ അമ്മ. പോട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കവളയിലൊക്കെ ഒന്ന് പിടിച്ച് കുറച്ച് നേരം മുഖത്തൊക്കെ നോക്കി നിന്നിട്ടാണ് പോകുന്നത്. ആ നോട്ടം കണ്ടറിയാം അടുത്ത ദിവസം നവീന് വേണ്ടി പെണ്ണാലോചിച്ച് വരും അവന്തികേനെ. ഏതായാലും അത്രയൊക്കെ സംസാരിച്ചിട്ട് അവരങ്ങ് പോകുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ച് നിൽപ്പുണ്ട് അവന്തിക. അടുത്ത കുബുദ്ധി വർക്ക് ചെയ്യുന്നതായിരിക്കും, കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ആങ്ങളുടെയും തലയിലൊക്കെ ആവശ്യത്തിന് കുബുദ്ധിയുണ്ട്, അതിൻ്റെ ഒരു പങ്ക് അവന്തികയ്ക്കും കാണുമല്ലോ. ഏതായാലും അങ്ങനെ ചിന്തിച്ചേക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.